സ്റ്റെന്റ്. ഒരിക്കൽ രക്തക്കുഴലുകൾ വികസിച്ചു കഴിഞ്ഞാൽ അവയ്ക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെന്റ്. PCAയ്ക്ക് ശേഷം രക്തക്കുഴലുകൾ ചുരുങ്ങാതിരിക്കുന്നതിനാണ് സ്റ്റെന്റ് ഉപയോഗിക്കുന്നത്. ബലൂൺ കത്തീറ്റർ വഴിയാണ് സ്റ്റെന്റ് തടസ്സമുള്ളിടത്തേക്ക് കൊണ്ടുവരുന്നത്. ബലൂൺ വികസിച്ചു കഴിഞ്ഞാൽ സ്പ്രിംഗ് പോലുള്ള സ്റ്റെന്റ് വികസിച്ച് രക്തക്കുഴലുകളിൽ സ്ഥിരമായി നിലനിൽക്കുകയും അത് ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹത്തിനുള്ള തടസ്സങ്ങൾ മാറ്റുകയും ചെയ്യുന്നു. PCAയിലെ ഏറ്റവും ആധുനികം എന്ന് പറയാവുന്നതാണ് ഡ്രഗ് കോട്ടിംഗ് സ്റ്റെൻസ് അഥവാ ഡ്രഗ് എലൂട്ടിംഗ് സ്റ്റെൻസ്. ഇത്തരത്തിൽ മരുന്നുകളാൽ കോട്ട് ചെയ്യപ്പെട്ട സ്റ്റെന്റുകൾ രക്തക്കുഴലുകളിൽ വീണ്ടും തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത ഇല്ലാതാക്കുന്നു. അന്തർദേശീയമായി നിരവധി രോഗികളിൽ പരീക്ഷണം നടത്തി വിജയിച്ചതിന്റെ ഫലമായി ലോകത്താകമാനം ആൻജിയോപ്ലാസ്റ്റിയിൽ വ്യാപകമായ ഈ ഡ്രഗ് കോട്ടഡ് സ്റ്റെന്റാണ് ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത്. സ്റ്റെന്റ് ഇട്ട് കഴിഞ്ഞാൽ ബലൂൺ കാത്തീറ്റർ അവിടെ നിന്നും മാറ്റുകയും ബ്ലോക്ക് മാറിയ രക്തക്കുഴലിലൂടെയുള്ള രക്തപ്രവാഹത്തെ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. വിജയമെന്ന് കണ്ടാൽ ഗൈഡ് കത്തീറ്റർ പുറത്തെടുക്കുന്നു. ചില പ്രത്യേക അവസരങ്ങളിൽ മുറിവുണ്ടാക്കിയ ഭാഗത്ത് രക്തം കട്ട പിടിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതിനാൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്നതിനുള്ള ചില മരുന്നുകൾ രോഗിക്ക് നൽകപ്പെടുന്നു.